നമ്മുടെ ജീവിതമാർഗമാണ് സിനിമ. അതിനോട് മാക്സിമം കൂറ് പുലർത്തുന്നു. അതെന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഇവിടെ വരാണ്. അപ്പൊ ഇവിടെ എത്തിയപ്പോൾ അതിനൊരു വില ഞാൻ കൽപ്പിക്കുന്നുണ്ട്. ഒരിക്കലും എന്റെ ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ടോ എന്റെ ഒരു സമയനിഷ്ഠയില്ലായ്മ കൊണ്ടോ അച്ചടക്കമില്ലായ്മ കൊണ്ടോ ഈ മേഖലയിൽ നിന്ന് ഞാൻ മാറ്റപ്പെടരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. മറ്റൊരാൾക്കൊരു ഹെഡേക്ക് ആകരുത്. കാരണം നിസ്സാരമല്ല സിനിമയിലെ സ്ഥാനം. ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് വന്നതാണ് ഏറ്റവും വലിയൊരു മാറ്റം. സ്പോട്ട് എഡിറ്റിങ് നമുക്ക് അപ്പം തന്നെ കാണാം. മനസ്സിൽ സിനിമയുള്ളവർക്കെല്ലാം സിനിമ എടുക്കാവുന്നുള്ളൊരു ഫോട്ടോഗ്രാഫിയിൽ വലിയ റെവല്യൂഷൻ ഉണ്ടായിരുന്നു. ഒരിക്കലും ഇത്രയും ക്യാമറമാരൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ കല്യാണം ഷൂട്ട് ചെയ്യുന്നവരും സീരിയൽ എടുത്തോണ്ടിരുന്നവരൊക്കെ എല്ലാവരും ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമറമാരെ. ആർട്ടിഫിഷ്യൽ തന്നെ, നാച്ചുറൽ തന്നെ. നമുക്ക് അരിയിട്ട് ചോറ് തിളച്ച് ആ ചോറ് കഴിക്കാനല്ലേ ഇഷ്ടം, അല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് ചോറ് കിട്ടട്ടെ. ഇതൊക്കെ മാറി മറിഞ്ഞൊക്കെ വരും, ഓരോരുത്തരുടെ ടേസ്റ്റ് മാറും. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ ഈ മേഖലയിലുള്ള കാലം വരെ ആർട്ടിഫിഷ്യൽ ഒന്നും വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും ഇവിടെ വരരുത്. അത്യാവശ്യം അരി മേടിച്ചു പോകാനുള്ള തെറ്റപ്പ് നമുക്ക് ഉണ്ടാകണം. ഇപ്പൊ ഞാൻ നല്ല കുട്ടിയാണ്. ഇപ്പൊ ഞാൻ മധുരം ഉപേക്ഷിച്ചു. പക്ഷെ പറയുമ്പോ തോന്നുന്നു നിങ്ങളവർക്കും 1 വർഷമായിരുന്നു, 2 ദിവസമായുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ നിർത്തിയിട്ടുള്ള ഒരു ദിശവലിയാണ് എനിക്കുണ്ട്, പുകവലി. നമുക്കറിയാം അപകടമാണെന്നറിയാം, പക്ഷെ എന്തോ ഒരു അഡിക്ഷൻ. ഞാനും ഡെയിലി രാത്രി കിടക്കുമ്പോൾ ആലോചിക്കും, നാളെ വലിക്കരുത്. ചിലപ്പോൾ ഒരു ഉച്ചവരെയൊക്കെ പിടിച്ചിരിക്കും. പെട്ടെന്ന് വേറൊരാൾ വലിക്കുന്നത് കാണുമ്പോഴും അല്ല നമ്മളറിയാം ഭയങ്കര അപകടമാണ്. പിന്നെ ചില തെറ്റുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, അറിയില്ല.